ഈ ഒരു ലോ ഇത് സപ്പോർട്ടാണ്. ആൻഡ് സെക്കൻഡ് കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സെക്കൻഡ് സപ്പോർട്ട് വരുന്നത് ഇതാണ് ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആണ്. ഓക്കെ, ഈ 2 ഏരിയ ആണ് നമ്മുടെ പിന്നെ സപ്പോർട്ട്. കാരണം വേറെ ഒന്നും ഇതിനകത്ത് പെട്ടെന്ന് സപ്പോർട്ടൊന്നും കാണുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ബാങ്ക് നിഫ്റ്റി അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഞാൻ ഇത്രയൊക്കെ പണ്ടേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, പെർഫെക്റ്റ്. ഈ ഒരു ലോ ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തതാണ്. ഈ ലോഡ് ഇവിടെ നിന്ന് പെർഫെക്റ്റ്ലി പ്രൈസ് സ്റ്റാർട്ടായി തിരിഞ്ഞ് എക്സാക്ട്ലി റിട്ടേൺ ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. റെസിസ്റ്റൻസ് ഇത് ഇവിടെയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് ഓൾറെഡി ഉണ്ട്. സപ്പോർട്ട് ഇതിനകത്തൊന്നും ഇങ്ങനെ കാണുന്നില്ല. സിംഗിൾ ഷോട്ടിലാണത് പ്രൈസ് പോയത്. സോ അതും നമുക്ക് നിഫ്റ്റിയുടെ പോലെ തന്നെ എക്സാക്ട്ലി നമുക്ക് നോക്കാം. 2 സപ്പോർട്ട് എന്ന് വെച്ചാൽ ഈ റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ആൻഡ് ഈ അതിൻ്റെ മുന്നേയുള്ള പ്രൈസ് ഇതിൻ്റെ ഒരു ലോ. ഓക്കെ, ഇതാണ് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സിംഗിൾ ഷോട്ടിലാണ് പ്രൈസ് പോയേക്കുന്നത്. സോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നോക്കാം. ബട്ട് ഇപ്പോൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് കാര്യമില്ല. റീസൺ എന്ന് വെച്ചാൽ പ്രൈസ് ഇപ്പോൾ ഒരു ടൈപ്പ് അല്ല, പ്രൈസ് ഡിഫറെൻറ്റ് ടൈപ്പിലാണ് പ്രൈസ് ഇപ്പോൾ മൂവ്മെൻറ്റ് തരുന്നത് വെച്ചാൽ ഷാർപ്പാണ് പ്രൈസ് മൂവ്മെൻറ്റ്. ഓക്കെ, വേഗം സെൻസെക്സ് അനാലിസിസ് എടുക്കാം. സെൻസെക്സ് ഇത്രയൊക്കെ ലെവൽസ് ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ആൻഡ് ദെൻ പ്രൈസ് എക്സാക്ട്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഈ ലോ പെർഫെക്റ്റ് ഈ മോസ്റ്റ് ഇൻഡെക്സ് ഉണ്ടല്ലോ അത് എക്സാക്ട്ലി ആണ് റിട്ടേൺ ആയിട്ട്. ബട്ട് നിഫ്റ്റി അങ്ങനെയല്ല, നിഫ്റ്റി കുറച്ചുകൂടി താഴേക്ക് വന്നിട്ടാണ്. സോ അസൽ ഹണ്ടിങ് പ്രോപ്പർ അസൽ ഹണ്ടിങ് തന്നെ പറയാം. ഓക്കെ, ബട്ട് യെസ്, ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും?